എന്നമ്മോ കർത്താവെ കളഞ്ഞല്ലോ. എടി നിനക്കൊരു സർപ്രൈസ് തരാന്ന് വിചാരിച്ചപ്പോ. എന്റെ രവിച്ച, എത്ര നാളെ ഇതേ സെയിം സർപ്രൈസ്. എപ്പോഴെങ്കിലും ഒരിക്കൽ മാറ്റി പിടിച്ചൂടെ? സത്യം പറഞ്ഞാൽ ഈ പേടി അഭിനയിച്ച് എനിക്ക് ബോറടിച്ചു തുടങ്ങി. എന്നാ പിന്നെ നീ എന്തിനാ നിലവിളിച്ചത്? നിന്റെ ആ ഷോക്കിൽ താഴെ പോയത്? ഓ പിന്നെ ഒരു ധൈര്യം. ആ സമയത്ത് പേടിച്ചപ്പോ ഒരു ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് വെക്കണമായിരുന്നു. ആ സൈറ്റിലെ പാവങ്ങളെ പേടിപ്പിക്കുന്ന പുലിയുടെ യഥാർത്ഥ മുഖം. എന്നാലും എന്റെ ബ്ലാക്ക് ഫോറസ്റ്റ് പപ്പടം ആയല്ലോ. ബേക്കറി കുത്തി തുറന്നെടുത്തു വന്നതാ. ഇത് കാണുമ്പോ എന്താ ഓർമ്മ വരുന്നെന്നറിയോ? ഈ വനിതയിലൊക്കെ കാണുന്ന ലേഖനത്തിന്റെ ടൈറ്റിൽ പോലുണ്ട്, പൊട്ടിച്ചിതറ കേക്കിന്റെ ഓർമ്മ. എന്റെ ഹൃദയമാണ് ഈ പൊട്ടി തകർന്ന് കിടക്കുന്നത്. പോട്ടെ, ഇനിയും 2 മിനിറ്റ് ബാക്കിയുണ്ട്. ഇതൊക്കെ പ്ലാനിങ് ആയിരുന്നു. ഇരുട്ടത്ത് ഈ കത്തിയും തീപ്പടി എടുക്കാൻ ഞാൻ പെട്ട പാടേ. പിടി. ഹാപ്പി ബർത്ത്ഡേ മൈ ലവ്. ജും ഓത്. എനിക്കല്ല, ഇവിടെ ഇവിടെ. അത് കുറച്ചുകൂടി ടേസ്റ്റ് അവിടെ. അമ്മോ, ഇവിടെ എന്താ നടക്കുന്നേ? ഇവിടെ മമ്മയുടെ ബർത്ത്ഡേ അല്ലേ, മമ്മക്ക് കേക്ക് കട്ട് ചെയ്യണ്ടേ? എന്നെ എന്താ വിളിക്കാൻ? അയ്യോ, അമ്മുക്കുട്ടി ഉറങ്ങുമായിരുന്നല്ലേ പാപ്പ വിചാരിച്ചേ? ഉറങ്ങിയില്ലായിരുന്നോ? ഇല്ല. പിന്നെ വാവനെ ഉറക്കുമായിരുന്നു. എന്നിട്ട് വാവ ഉറങ്ങിയോ? നിങ്ങൾ ബഹളം വെച്ചാ വാവ എങ്ങനെ ഉറങ്ങുക? അയ്യോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വാവയ്ക്ക് ഒരു സ്ലീപ്പിംഗ് പിൽസ് കൊടുക്കാം. ഈ മമ്മ എന്തോ ചെയ്യുന്നത്? അയ്യേ, മമ്മ നിലത്ത് വീണ കേക്ക് കഴിക്കുന്നു. അയ്യയ്യേ, നിലത്ത് വീണ കേക്ക് കഴിക്കാമോ മമ്മ? ഡേർട്ടി ഗേളായി മമ്മ. വാ വന്നേ, കത്തി തുടങ്ങി കത്തി. ഒരു നമുക്ക് മുകളിൽ പോയി മമ്മയ്ക്ക് ഒരു ബർത്ത്ഡേ സോങ് പാടിക്കൊടുക്കാം.